ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ശ്രീഷ്മ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത്. മെഡിക്കൽ കോഡിംഗ് ഇപ്പോൾ റീസെൻ്റ്ലി ഇത്രയധികം പോപ്പുലർ ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നാട്ടിലായാലും അബ്രോഡ് ആയാലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെഡിക്കൽ കോഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ പോപ്പുലറായി വരുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് 7 years ആയിട്ട് ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ലിങ്ക്ഡിൻ വഴി ആയാലും അല്ലാണ്ട് പേഴ്സണലി അറിയുന്നവരായാലും ഒക്കെ എനിക്ക് ഒരുപാട് ക്വയറീസ് എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നും അത് പഠിച്ച് ആർക്കൊക്കെ പഠിക്കാമെന്നും അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്നും ഒക്കെ ക്വയറീസ് വരാറുണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലായതുകൊണ്ട് തന്നെ മെയിൻലി GCC കൺട്രീസിലെ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ജോബ്സും അപ്ഡേറ്റ്സും പിന്നെ അതെങ്ങനെ പഠിക്കാം, അതിൽ നിങ്ങൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് അനാട്ടമി, ഫിസിയോളജി, ഈ മെഡിക്കൽ ടെർമിനോളജീസ് അതൊക്കെ ഏത് ലെവലിൽ പഠിക്കണം, അതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മെഡിക്കൽ കോഡിംഗ് അതായത് CPC സർട്ടിഫിക്കേഷൻ ആണ്. അത് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് CPC സർട്ടിഫിക്കേഷൻ, സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് അഥവാ AAPC ആണ്. അപ്പോൾ ഈ AAPCയുടെ എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്ത് ആ എക്സാം പാസ്സായാൽ നമ്മൾ CPC സർട്ടിഫൈഡ് ആയി. പിന്നെ നമുക്ക് ഈ ഫീൽഡിൽ ജോബ് നോക്കാം. അപ്പം CPC സർട്ടിഫൈഡ് ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ കോഡിംഗ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അവർ നമുക്ക് 3 months കോച്ചിങ് ആയിട്ടാണ് തരുന്നത്. ആ 3 months കോച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാം. നമുക്ക് ഒരാൾക്ക് ഒരു തവണ ഫീസ് അടച്ചിട്ട് 2 attempt ആണ് AAPC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ എക്സാം ക്ലിയർ ചെയ്താൽ നമ്മൾ സർട്ടിഫൈഡ് ആയി നമുക്ക് ഈ ഫീൽഡിൽ ജോബ് നോക്കാം. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ മെഡിക്കൽ കോഡർ ആയിട്ട് മാത്രമല്ല, അത് ബില്ലിംഗ് സെക്ഷൻ ഏരിയാസ് ഉണ്ട്, ഓഡിറ്റിംഗ് ഓഫ് മെഡിക്കൽ ക്ലെയിംസ് ഉണ്ട്, പിന്നെ മെഡിക്കൽ കോഡിംഗ് ഉണ്ട്, ഒരു പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് RCMൽ. അതിലൊക്കെ ഈ മെഡിക്കൽ കോഡേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് അവർക്കുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ US ബേസ്ഡ് കമ്പനീസ് CPC സർട്ടിഫൈഡ് കാൻഡിഡേറ്റ്സിനെ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ അവിടെയൊക്കെ പണ്ടേ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ ആയാലും ഈ മെഡിക്കൽ കോഡിംഗ് കമ്പനീസ് ഔട്ട്സോഴ്സിങ് USA എന്നുള്ള ഔട്ട്സോഴ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഈ മെഡിക്കൽ കോഡിംഗ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വരുന്ന വീഡിയോസിൽ കാണാം. ഇതെങ്ങനെ പഠിച്ചു തുടങ്ങാം, ഏതൊക്കെ ലെവലിൽ നിങ്ങൾ ഇതിൽ മെഡിക്കൽ ഏരിയാസ് നിങ്ങൾ എങ്ങനെ കവർ ചെയ്യണം, അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.